അപ്പം എല്ലാവർക്കും നമസ്കാരം. അപ്പൊ നമ്മളുടെ SSLCയുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയ പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലേക്കാണ് പോകാൻ പോകുന്നത്. അപ്പം നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ള വാക്കുകളൊക്കെ തന്നെയാണ് പീരിയോഡിക് ടേബിൾ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, അല്ലേ മക്കളെ? ഓക്കെ, അപ്പം നമ്മളുടെ SSLCയുടെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. നല്ലൊരു മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ചാപ്റ്റർ ആണ്. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ ഫുൾ ആയിട്ടിരുന്ന് കാണണം, ക്ലാസ്സുകൾ ഫുൾ ആയിട്ടിരുന്ന് അറ്റൻഡ് ചെയ്യണം. അപ്പം കൃത്യമായിട്ടും എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് ടീച്ചർ ക്ലാസ് എടുക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാം കൃത്യമായി മനസ്സിലാകും. അപ്പൊ ക്ലാസ്സുകൾ ശ്രദ്ധിച്ചിരിക്കുക. ശ്രദ്ധിച്ചതിന് ശേഷം നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ടീച്ചറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ചോദിക്കാം. ഡൗട്ട് ക്ലിയറൻസ് സെക്ഷൻ ഒക്കെ ഉണ്ട് നമുക്ക്. അപ്പൊ കൃത്യമായിട്ട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക. കൃത്യമായി എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ക്ലിയർ ചെയ്ത് പോവുക. ക്ലാസ്സിന് ശേഷം തന്നെ ഒരു 5-10 മിനിറ്റിനുള്ള ഒരു എക്സാം നമുക്ക് ഉണ്ടായിരിക്കും. അതെല്ലാം നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. അതിന്റെ മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ ആണ് പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്ന നമ്മുടെ കെമിസ്ട്രിയിലെ 10ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ റെഡിയല്ലേ നിങ്ങൾ എല്ലാവരും? ഓക്കെ, ടീച്ചർ ചോദിക്കുമ്പോൾ ഓരോന്ന് നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യുക, ഓരോ കാര്യങ്ങളെല്ലാം പറയുക. ഓക്കെ, അപ്പൊ നമ്മൾ ആക്റ്റീവായിട്ട് തന്നെ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പൊ നമ്മളുടെ ചാപ്റ്റർ 1 പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. എന്താണ് മക്കളെ? പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പൊ നമ്മൾ ഈ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്തോറും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്, അതിന്റെ ആൻസേഴ്സ്, അങ്ങനെയുള്ള ഡിസ്കഷൻ എല്ലാം വരും. അപ്പൊ ക്ലാസ്സുകൾ മിസ്സാക്കാതെ എന്റെ മക്കളെ എല്ലാവരും ഇരുന്ന് കാണണം. സംശയമുള്ളതെല്ലാം ക്ലിയർ ചെയ്ത് പോകണം. ഓക്കെ, അപ്പോ ടീച്ചർ ഒരു കാര്യം ചോദിക്കട്ടെ മക്കളെ, എന്താണ് ഇത്? ടീച്ചറിന്റെ കയ്യിൽ ഇരിക്കുന്നത് എന്താണ്? പേനയാണ് അല്ലേ? അപ്പൊ എന്താണ് പേന? അപ്പൊ പലരും പല ആൻസർ പറയുന്നുണ്ടായിരിക്കും. പേന എന്ന് പറയുന്നവർ കാണും, മാർക്കർ എന്ന് പറയുന്നവർ കാണും. എന്തായിരുന്നാലും ആയിക്കോട്ടെ, എന്താണിത്? ഇത് നമ്മളുടെ ഒരു പേനയാണ് അല്ലേ? ഇത് എന്തുകൊണ്ടാണ് മക്കളെ ഉണ്ടാക്കിയിരിക്കുന്നത്? നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാമോ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? പോട്ടെ, ടീച്ചർ ഈ എഴുതാൻ ഉപയോഗിക്കുന്നത് എന്താ? ബോർഡാണ് അല്ലെ? ബോർഡ്. ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ പലരുടെ മനസ്സിലും പല ഉത്തരങ്ങൾ ഇപ്പൊ വന്നായിരിക്കും അല്ലെ? അവിടെ ഒരു ഉത്തരം വന്നു, ഇപ്പുറത്തിരിക്കുന്ന കുട്ടിയുടെ മനസ്സിൽ വേറൊരു ഉത്തരം വന്നു അല്ലെ? അപ്പൊ പലരുടെ മനസ്സിലും പല ഉത്തരങ്ങളായിരിക്കും വരുന്നത്. പക്ഷെ നമ്മൾ കെമിസ്ട്രിയെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മളുടെ ബുക്ക് ആയിരുന്നാലും, പേനയായിരുന്നാലും, പെൻസിൽ ആയിരുന്നാലും, നമ്മൾ കഴിക്കുന്ന ഫുഡ് ആയിരുന്നാലും, എന്ത് തന്നെ ആയിരുന്നാലും ഈ ലോകത്തിലുള്ള എല്ലാം ഉണ്ടാക്കിയിരിക്കുന്ന എന്തുകൊണ്ടാണ് മക്കളെ? എല്ലാം ഉണ്ടാക്കിയിരിക്കുന്ന എന്തുകൊണ്ടാണ്? നമ്മൾ 8th 9th ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ വന്നു. ഓരോരുത്തരും ഉത്തരം പറയുന്നതൊക്കെ ടീച്ചറിന് മനസ്സിലാവുന്നുണ്ട്. എന്താണ് എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്? എന്തുകൊണ്ടാണ് മക്കളെ? ആറ്റംസ് കൊണ്ട്. എന്താണ് ഉണ്ടാക്കിയിരിക്കുന്നത്? എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് ആറ്റംസ് കൊണ്ടാണ്. എന്താണ് ഈ ആറ്റംസ്? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മൾ പഠിച്ചതാ. എന്താ ആറ്റംസ് എന്ന് പറഞ്ഞാൽ? അതെ, ആറ്റംസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ആണ് അല്ലേ മക്കളെ? എന്താണ്? ഇറ്റ് ഈസ് ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ. ഇൻഡിവിസിബിൾ ഇൻ നേച്ചർ. ആറ്റത്തിന്റെ വേറൊരു പ്രത്യേകത എന്താ? ഇൻഡിവിസിബിൾ ആണ് അല്ലെ? ഇൻഡിവിസിബിൾ എന്ന് വെച്ചാൽ അതിന്റെ പ്രത്യേകത എന്താ? ഇനി നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഇൻഡിവിസിബിൾ ആണ് അല്ലെ? അപ്പം ആറ്റം എന്ന് പറയുന്നതാണ് ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള പാർട്ടിക്കിൾ. ഇനി നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല? ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ചെറുതാണ് ആരെന്ന് പറയുന്നത്? നമ്മളുടെ ആറ്റംസ് എന്ന് പറയുന്നത്. അപ്പൊ മക്കളെ, ആറ്റംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ആണ് അല്ലെ? ഇറ്റ് ഈസ് ഇൻഡിവിസിബിൾ ഇൻ നേച്ചർ. ഇൻഡിവിസിബിൾ ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല ആറ്റത്തിനെ. ഓക്കെ മക്കളെ, മനസ്സിലായോ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ടീച്ചർ ഒന്ന് ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പ് ഒന്ന് ഓർമ്മിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോ നമുക്കറിയാം ഏറ്റവും സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ആണ് ആരെന്ന് പറയുന്നത്? നമ്മളുടെ ആറ്റം എന്ന് പറയുന്നത്. ആറ്റത്തിനെക്കാട്ടിയും ചെറുതായിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ മക്കളെ? ഏറ്റവും ചെറുതാണ് ആറ്റം എന്ന് പറഞ്ഞു. ഏറ്റവും സ്മോൾ ആണെന്ന് പറഞ്ഞു. അതീന്നും ചെറുതെന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അതീന്നും ചെറുത് എന്തായിരിക്കും? ചെറുത് കുഞ്ഞ് ആലോചിച്ച് നോക്കിക്കേ. യെസ്, ആറ്റത്തിന് കാട്ടിയും ചെറുതായിട്ട് ആറ്റത്തിന്റെ അകത്ത് ചില ആൾക്കാരുണ്ട് അല്ലെ? അതിന് നമ്മൾ വിളിക്കുന്നതാണ് സബ് അറ്റോമിക് പാർട്ടിക്കിൾസ്. എന്താണ്? സബ് അറ്റോമിക് പാർട്ടിക്കിൾസ്. അപ്പോ ആറ്റം എന്ന് പറഞ്ഞാലേ
കുഞ്ഞാണ് അല്ലെ. നമ്മൾ പറയുന്ന ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത അത്ര ചെറുതാണ് നമ്മളുടെ ആറ്റം എന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പോ ആറ്റത്തിനെ കാട്ടിയും ചെറുതുണ്ടോ എന്ന് ചോദിച്ചാൽ അതിശയം തോന്നുന്നുണ്ടോ? ഇല്ല, എന്റെ മക്കൾക്ക് ആർക്കും അതിശയമില്ല. കാരണം എന്താണ്, നമ്മൾ 8th 9th ഏകദേശം ഇതിനെ കുറിച്ച് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പഠിച്ചാണ് വന്നത്. അപ്പൊ ആറ്റത്തിനെ കാട്ടിയും ചെറുത് തന്നെ ആറ്റത്തിനകത്തിരിക്കുന്നതാണ് ഏതെന്ന് പറയുന്നത് സബ് അറ്റോമിക് പാർട്ടിക്കിൾസ്. എന്താണ് സബ് അറ്റോമിക് പാർട്ടിക്കിൾസ്? ആറ്റത്തിനെ കാട്ടിയും ചെറുതായിട്ടുള്ളത് എന്താണ്? സബ് അറ്റോമിക് പാർട്ടിക്കിൾസ്. ആരൊക്കെയാണ് മക്കളെ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ്? ആലോചിച്ച് നോക്കിക്കേ, ആരൊക്കെയാണ്? അതെ, വെരി ഗുഡ്. എന്തൊക്കെയാണ് സബ് അറ്റോമിക് പാർട്ടിക്കിൾ? ആരൊക്കെയാണ് മക്കളെ? പ്രോട്ടോൺ, ന്യൂട്രോൺ ആൻഡ് ഇലക്ട്രോൺ. ആരൊക്കെയാണ് മക്കളെ? പ്രോട്ടോൺ, ന്യൂട്രോൺ ആൻഡ് ഇലക്ട്രോൺ. പ്രോട്ടോൺ, ന്യൂട്രോൺ ആൻഡ് ഇലക്ട്രോൺ. പ്രോട്ടോൺ, ന്യൂട്രോൺ ആൻഡ് ഇലക്ട്രോൺ. അപ്പം സബ് അറ്റോമിക് പാർട്ടിക്കിൾ ആരൊക്കെയാണ് മക്കളെ? പ്രോട്ടോൺ, ന്യൂട്രോൺ ആൻഡ് ഇലക്ട്രോൺ. ഇവരെല്ലാമാണ് ആറ്റത്തിന്റെ അകത്ത് കാണുന്നത്. നമ്മൾ ആറ്റത്തിന്റെ സ്ട്രക്ചർ ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പം ആറ്റത്തിന്റെ സ്ട്രക്ചർ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ് അല്ലെ. ആറ്റത്തിന്റെ അകത്ത് കാണുന്ന പാർട്ടിക്കിൾസ് ആണ് സബ് അറ്റോമിക് പാർട്ടിക്കിൾസ്. അത് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ആരൊക്കെയാണ് മക്കളെ? പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. യെസ്, പ്രോട്ടോൺ എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജ്. പ്രോട്ടോൺ പോസിറ്റീവ്, പഠിക്കാനുള്ള എളുപ്പത്തിന് പി പി. പ്രോട്ടോൺ പോസിറ്റീവ്, പ്രോട്ടോൺ പോസിറ്റീവ്. ഓക്കെ, അപ്പൊ പ്രോട്ടോണിന്റെ ചാർജ് ഇനി ഒരിക്കലും മറക്കത്തില്ലല്ലോ. പി പി, പ്രോട്ടോൺ പോസിറ്റീവ്. ഓക്കെ, ന്യൂട്രോൺ. ന്യൂട്രോൺ ന്യൂട്രോൺ എന്ന് പറയുമ്പോൾ എന്താ? ന്യൂട്രൽ. ന്യൂട്രോൺ ന്യൂട്രൽ ആലോചിച്ചാൽ മതി. സോ നോ ചാർജ്, നോ ചാർജ്. ഓക്കെ, ഇലക്ട്രോണിന്റെ ചാർജ് എന്താ മക്കളെ? ഇലക്ട്രോണിന്റെ ചാർജ്, ഇലക്ട്രോൺ. യെസ്, ഇലക്ട്രോണിന്റെ ചാർജ് ആണ് നെഗറ്റീവ്. നെഗറ്റീവ് ചാർജ് ആണ്. സോ പ്രോട്ടോൺ പോസിറ്റീവ് ചാർജ്, ന്യൂട്രോൺ നോ ചാർജ്, ഇലക്ട്രോൺ നെഗറ്റീവ്. ഓക്കെ, ക്ലിയർ ആയോ മക്കളെ? പ്രോട്ടോൺ പോസിറ്റീവ് ചാർജ്, ന്യൂട്രോൺ ചാർജ് ഇല്ല, നോ ചാർജ്, ചാർജ്ലെസ് ആണ്. ദെൻ ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ്. അപ്പൊ ചില ആൾക്കാർക്ക് വിചാരിക്കുന്നതായിരിക്കും ഇതൊക്കെ നമുക്ക് അറിയാലോ ടീച്ചർ എന്തിനാ, എന്നാലും ആർക്കെങ്കിലും എവിടെയെങ്കിലും എപ്പോഴെങ്കിലും ഓർമ്മ കിട്ടാതിരിപ്പുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റിഫ്രഷ് ചെയ്ത് വരട്ടെ എന്ന് വിചാരിച്ച ടീച്ചർ ഒന്നും കൂടെ പറഞ്ഞേ. സോ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ആണ് പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. ദെൻ പ്രോട്ടോൺ ചാർജ് ചോദിച്ചാൽ എന്താണ്? പോസിറ്റീവ്. ഓർക്കാൻ എന്താ? പി പി, പ്രോട്ടോൺ പോസിറ്റീവ്. ഓക്കെ, ന്യൂട്രോൺ നമ്മൾ ന്യൂട്രൽ എന്ന് പറയും അല്ലെ. ചാർജ് ഇല്ല, ഒന്നില് അതിൽ നിൽക്കില്ല ഇതിൽ നിൽക്കില്ല, ന്യൂട്രൽ ആയിട്ട് നിൽക്കും. സോ പോസിറ്റീവും അല്ല നെഗറ്റീവും അല്ല, സോ ചാർജ്ലെസ് ആണ്, നോ ചാർജ് ആണ്. ദെൻ ഇലക്ട്രോൺ. ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ് ആണ്. ഇലക്ട്രോൺ എന്ത് ചാർജ് ആണ്? നെഗറ്റീവ്. നെഗറ്റീവ് ചാർജ് ആണ്. അപ്പൊ ഇത് ക്ലിയർ ആയോ മക്കളെ? ഓക്കെ, ഇനി നമ്മളുടെ ആറ്റത്തിനകത്തെ ഈ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ഒക്കെ എങ്ങനെയാണ് ഇരിക്കുന്നത്? നമ്മൾ ആറ്റത്തിനകത്തുള്ളതിനെയാണ് സബ് അറ്റോമിക് പാർട്ടിക്കിൾ എന്ന് പറഞ്ഞു, അത് നിങ്ങൾക്ക് അറിയുകയും ചെയ്യാം. പക്ഷെ ഇത് എങ്ങനെയാ ഇരിക്കുന്ന ആറ്റത്തിനകത്ത്? അതും എന്റെ മക്കൾക്ക് അറിയാം. എങ്ങനെയാണ്? യെസ്, നമ്മളൊരു മോഡൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. ആറ്റത്തിന്റെ സ്ട്രക്ചർ ഒക്കെ പഠിച്ച ഒരു മോഡലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ എന്താണ്? സെന്ററിൽ ആരാണുള്ളത്? ആറ്റത്തിന്റെ സെന്ററിൽ ആരാ ഉള്ളത്? ന്യൂക്ലിയസ്. ആറ്റത്തിന്റെ സെന്ററിൽ ആരാണുള്ളത്? ന്യൂക്ലിയസ്. ദെൻ ചുറ്റിനും ആരുണ്ടെന്ന് പഠിച്ചിട്ടുണ്ട് മക്കളെ? ചുറ്റിനും ആരുണ്ടെന്ന് പഠിച്ചിട്ടുണ്ട്? ഇലക്ട്രോൺസ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. നടുക്ക് ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂക്ലിയസിന്റെ ചുറ്റിനും ആരുണ്ടെന്ന് പഠിച്ചിട്ടുണ്ട്? ഇലക്ട്രോൺസ് ഉണ്ടെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആറ്റത്തിന്റെ സെന്റർ എന്ന് പറയുന്നതാണ് നമ്മളുടെ ന്യൂക്ലിയസ്. ആരാണ്? ന്യൂക്ലിയസ്. ആറ്റത്തിന്റെ സെന്റർ പാർട്ട്, നടുക്കുള്ളത് ആരാണ്? ന്യൂക്ലിയസ്. ഈ ന്യൂക്ലിയസ് എന്ന് പറയുമ്പോഴേ മക്കളെ ആരൊക്കെ ചേരുന്നതാ ഈ ന്യൂക്ലിയസ് പറയാമോ? 3 സബ് അറ്റോമിക് പാർട്ടിക്കിളെ നമുക്കുള്ളൂ. ആരൊക്കെയാണ്? പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ അല്ലെ. അപ്പോ അതിൽ ആരൊക്കെ ആയിരിക്കും ന്യൂക്ലിയസ് എന്ന് പറയുന്ന ആൾക്കാര്? അതെ, അവിടെ പലരും ആൻസർ പറഞ്ഞു. ആരൊക്കെയാണ്? പ്രോട്ടോണും ന്യൂട്രോണും. ന്യൂക്ലിയസിനകത്ത് ആരൊക്കെയാണുള്ളത് മക്കളെ? പ്രോട്ടോണും ന്യൂട്രോണും ചേരുന്നതാണ് ആരെന്ന് പറയുന്നത്? നമ്മളുടെ ന്യൂക്ലിയസ്. ഓക്കെ, ക്ലിയർ. ഇനി ഇതിന് ചുറ്റും ടീച്ചർ കുറേ റൗണ്ടുകൾ വരച്ചിട്ടുണ്ടല്ലേ. ഇതില് എന്താണ് ഇങ്ങനെ റൗണ്ട് വരയ്ക്കാനുള്ള പ്രത്യേകത എന്താണെന്ന് അറിയാമോ? 3 സബ് അറ്റോമിക് പാർട്ടിക്കിൾ നമ്മൾ പറഞ്ഞു. ആരൊക്കെയാണ്? പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. 3 പേരെ പറഞ്ഞു.
അതിൽ രണ്ടുപേരും ന്യൂക്ലിയസിൽ, അതായത് നടുക്ക് ഇരിക്കുന്ന ഈ രണ്ടുപേരെയും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ന്യൂക്ലിയസ് പറയുന്നത് അല്ലെ. അപ്പൊ ന്യൂക്ലിയസ് ആയി കഴിഞ്ഞു. ഇനി ഒരാള് ബാലൻസ് ഉണ്ട്. ആരാണ്? യെസ്, നമ്മളുടെ ഇലക്ട്രോൺ. ആരാണ് നമ്മളുടെ ഇലക്ട്രോൺ? ഈ ഇലക്ട്രോൺ എവിടെയാ മക്കളെ ഇരിക്കുന്നത്? ഇലക്ട്രോൺ എവിടെയാ ഇരിക്കുന്നത്? ഇലക്ട്രോൺ എവിടെയാ ഇരിക്കുന്നത്? അതെ, ഇലക്ട്രോൺ ഒരിടത്ത് ഇരിക്കുകയല്ല. നിങ്ങൾ ഇതാ ഇപ്പൊ എന്റെ ക്ലാസ് കണ്ടുകൊണ്ട് ഒരിടത്ത് ഇരിക്കുകയാണ് അല്ലെ, ഇരിക്കുകയല്ലേ ഒരാൾ? യെസ്. അപ്പൊ ക്ലാസ് കണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് പോലെ വെറുതെ ഇരിക്കുകയല്ല നമ്മുടെ ഇലക്ട്രോൺസ്. ന്യൂക്ലിയസ് നടുക്കുണ്ട് അല്ലെ, സെന്ററിൽ ന്യൂക്ലിയസ് ഉള്ളപ്പോ ഇലക്ട്രോൺസ് എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? ഈ ന്യൂക്ലിയസിന് ചുറ്റും എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഇങ്ങനെ റൗണ്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ന്യൂക്ലിയസിന് ചുറ്റും ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ന്യൂക്ലിയസിന് ചുറ്റും എന്ത് ചെയ്തുകൊണ്ടിരിക്കും? റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കും. ആരാണ്? നമ്മളുടെ ഇലക്ട്രോൺ. ഒരു ആറ്റത്തിലെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ ചുറ്റിക്കൊണ്ടേയിരിക്കും. ഒരിടത്ത് നിൽക്കുന്ന ആൾക്കാരല്ല. ആരെന്ന് പറയുന്നത്? നമ്മളുടെ ഇലക്ട്രോൺ എപ്പോഴും ന്യൂക്ലിയസിന് ചുറ്റും എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും അല്ലെ. അപ്പോ ടീച്ചർ ഒരു കാര്യം ചോദിക്കട്ടെ, നമുക്ക് ഇപ്പോ എന്താണ്, നമ്മൾ സ്കൂളൊക്കെ വിടുമ്പോ എങ്ങനെയാ? അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു, അല്ലെങ്കിൽ നമ്മളടുത്ത് കളിക്കാൻ പറയുമ്പോൾ നമ്മൾ അവിടെ ഓടുന്നു, ഇവിടെ ഓടുന്നു, ഏതെങ്കിലും ഒരു സ്ഥലത്തൂടെ റൗണ്ട് ചുറ്റിയൊക്കെ വരാൻ പറയുമ്പോൾ നമ്മൾ ഇഷ്ടമുള്ള രീതിയിലൊക്കെ റൗണ്ട് ചുറ്റി വരുന്നു അല്ലെ. പക്ഷേ നമ്മളുടെ ഇലക്ട്രോണിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് അറിയാമോ? അങ്ങനെ ചുമ്മാതൊന്നും എവിടെയെങ്കിലും ഒക്കെ പോയി ഒരു റൗണ്ട് ചുറ്റി വരികയല്ല. ഒരു ഫിക്സഡ് പാത്തിലൂടെയാണ് ഓരോ ഇലക്ട്രോൺസും ന്യൂക്ലിയസിന് ചുറ്റും എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? എല്ലാ ഇലക്ട്രോൺസിനും ഒരു വഴിയുണ്ട്. ആ വഴിയിലൂടെ മാത്രമേ ആ ഇലക്ട്രോൺസ് എന്ത് ചെയ്യത്തുള്ളൂ? പോകത്തുള്ളൂ. അപ്പോ ഇലക്ട്രോൺസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവര് ന്യൂക്ലിയസിന് ചുറ്റും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഇങ്ങനെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എല്ലാത്തിനും എന്തുണ്ട്? ഒരു ഫിക്സഡ് പാത്ത് ഉണ്ട്. ആ പാത്തുകളാണ് ഇങ്ങനെ നമ്മൾ ന്യൂക്ലിയസിന് ചുറ്റും റൗണ്ടായി വരയ്ക്കുന്നത്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഷെൽസ്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ഷെൽ. ഷെൽ എന്നാണ് വിളിക്കുന്നത്. ഷെൽസ്. ഓക്കെ, ഷെൽസ് ആണ്. ഓക്കെ, ഇലക്ട്രോൺസിന് എന്താ ന്യൂക്ലിയസിന് ചുറ്റും ഇങ്ങനെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതിലൂടെയാണെന്ന് ചോദിച്ചാൽ ഏതിലൂടെയാണ് മക്കളെ? ഷെൽസിലൂടെയാണ്. ഓക്കെ, അപ്പൊ എന്താണ് ഷെൽസ്? ഷെൽസ് എന്താണ്? ഷെൽസ് ഇറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് സർക്കുലർ പാത്ത് in which electrons revolves around a nucleus of an atom. Okay മക്കളെ, എന്താണ്? A well-defined circular path in which electrons revolve around the nucleus of an atom. എന്താണ്? ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് ചുറ്റും ഇങ്ങനെ റിവോൾവ് ചെയ്യുന്ന ആ ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു പാത്ത്, ഒരു സർക്കുലർ പാത്ത്, ഒരു റൗണ്ടിലിരിക്കുന്ന ആ ഒരു വഴി, ഒരു പാത്താണ് ആരെന്ന് പറയുന്നത്? നമ്മളുടെ ഷെൽസ് എന്ന് പറയുന്നത്. മനസ്സിലായോ മക്കളെ? അപ്പോ നമുക്ക് സബറ്റോമിക് പാർട്ടിക്കിൾസ് 3 എണ്ണമാണുള്ളത്. ആരൊക്കെയാണ്? പ്രോട്ടോൺ, പോസിറ്റീവ് ചാർജ്, ന്യൂട്രോൺ ചാർജ് ഇല്ല, ന്യൂട്രൽ ആണ്. സോ ഇലക്ട്രോൺ, നെഗറ്റീവ് ചാർജ്. അപ്പോ ന്യൂക്ലിയസ് എന്ന് പറയുന്ന സെന്റർ പാർട്ടിലുള്ളതാണ് ആരൊക്കെ എന്ന് പറയുന്നത്? നമ്മളുടെ പ്രോട്ടോണും, ടീച്ചർ പി എന്ന് എഴുതുവാണേ പ്രോട്ടോണിന്, പ്രോട്ടോണും ന്യൂട്രോണിന് എൻ. പ്രോട്ടോണും ന്യൂട്രോണും ചേർന്ന ഒരു ന്യൂക്ലിയസ് എല്ലാ ആറ്റത്തിനും ഉണ്ട്. ഓക്കെ, ദെൻ ചുറ്റിനും ആരുണ്ടെന്ന് നമ്മൾ പഠിച്ചു? സർക്കുലർ ആയിട്ടുള്ള വെൽ ഡിഫൈൻഡ് പാത്ത് ഉണ്ട്. ആരാണത്? ഷെൽസ് ഉണ്ട് അല്ലേ മക്കളെ? ഷെൽസ് ഉണ്ട്. ഓരോ ഷെല്ലിനും എന്തുണ്ട്? പേരുകളുണ്ട്. നമ്പരും പേരും എല്ലാം എല്ലാ ഷെൽസിനും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ക്ലാസ്സിലൊക്കെ റോൾ നമ്പർ ഇല്ലേ മക്കളെ? അതെ, അതുപോലെ തന്നെ ഓരോ ഷെല്ലിനും എന്തുണ്ട്? നമ്പരുമുണ്ട്, പേരുകളും കൊടുത്തിട്ടുണ്ട്. നമ്മള് ഷെൽസിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഏതാണെന്നറിയാമോ? N കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്.
സ്മോൾ ലെറ്റർ n കൊണ്ടാണ് ആരെ ഡിനോട്ട് ചെയ്യുന്നത്? നമ്മൾ ഷെൽസിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഷെൽസിനെ ഡിനോട്ട് ചെയ്യുന്ന നമ്പർ ഏതാണ് മക്കളെ? n കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഷെൽസിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒരു ഒന്നാമത്തെ ഷെല്ല് 1, this is second shell and this is third shell. Okay, ഒന്നാമത്തെ ഷെല്ലിനെ മക്കളെ, ഒന്നാമത്തെ ഷെല്ലിന് നമ്മൾ കെ ഷെൽ എന്ന് പറയും. എന്ത് ഷെല്ലാണ് ഒന്നാമത്തെ ഷെല്ലിന്റെ പേര്? കെ ഷെൽ. ഒന്നാമത്തെ ഷെല്ലിന്റെ പേരാണ് കെ ഷെൽ. രണ്ടാമതൊരു ഷെല്ലുണ്ട് കേട്ടോ മക്കളെ, രണ്ടാമതൊരു ഷെല്ലുണ്ട്, അതിനെ നമ്മൾ വിളിക്കുന്നതാണ് എൽ ഷെൽ. എൽ ഷെൽ. മൂന്നാമത്തെ ഷെൽ എന്താണ്? എം ഷെൽ. മനസ്സിലായോ? അപ്പൊ ഈ ഒന്നാമത്തെ ഈ ഷെല്ലിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? കെ ഷെൽ എന്ന് വിളിക്കും. രണ്ടാമത്തെ ഷെല്ലിനെ എന്തെന്ന് വിളിക്കും? എൽ ഷെൽ എന്ന് വിളിക്കും. മൂന്നാമത്തെ ഷെല്ലിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? എം ഷെൽ എന്ന് വിളിക്കും. അപ്പൊ കെ എൽ എം. ഇനി ഒരു ഷെല്ലും കൂടെ വന്നാൽ അതിനെന്ത് വിളിക്കുമായിരിക്കും? 4 ഷെല്ല്. ഇതിൽ ഒരു ഷെല്ലും കൂടെ വരച്ചു. അപ്പൊ ഇത് നാലാമത്തെ ഷെല്ലായി അല്ലെ? നാലാമത്തെ ഷെല്ലാണെങ്കിൽ ഈ ഷെല്ലിനെ നമ്മൾ എന്തോ വിളിക്കും? ഫോർത്ത് ഷെല്ലിന് നമ്മൾ എൻ ഷെൽ എന്ന് വിളിക്കും. അപ്പൊ ആരൊക്കെയാണ് ഷെല്ലുകൾ? കെ എൽ എം എൻ. കെ എൽ എം എൻ. ഏതൊക്കെ ഷെല്ലുകളാണ്? കെ ഷെൽ, എൽ ഷെൽ, എം ഷെൽ, എൻ ഷെൽ. ഷെല്ലുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലായല്ലോ മക്കളെ? ഓക്കെ, അപ്പോ കെ എന്ന് പറയുന്നത് ഒന്നാമത്തെ ഷെല്ലാണ്, എൽ എന്ന് പറയുന്നത് രണ്ടാമത്തെ ഷെല്ലാണ്, എം എന്ന് പറയുന്നത് മൂന്നാമത്തെ ഷെല്ലാണ്, എൻ എന്ന് പറയുന്നതോ നാലാമത്തെ ഷെൽ അല്ലെ? ഇങ്ങനെയാണ് ഷെല്ലുകൾ പോകുന്നത്. ഷെല്ലുകൾ എന്താണ്? വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള സർക്കുലർ പാത്താണ്. ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് ചുറ്റും റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതിലൂടെയാണ്? ഈ ഷെല്ലുകളിലൂടെയാണ്. ഓക്കെ, അപ്പോ ഷെല്ലുകൾക്ക് നമ്മൾ പേരും നമ്പരും കൊടുത്തിട്ടുണ്ട്. കെ ഷെൽ, എൽ ഷെൽ, എം ഷെൽ, എൻ ഷെൽ. ഏതൊക്കെയാണ്? ടീച്ചർ എന്നെ എഴുതിയില്ലല്ലോ. എൻ ഷെൽ. അപ്പൊ ഇനി ഇത് മറക്കോ മക്കളെ? നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത് എന്തൊക്കെയാണ്? ഒന്നും കൂടെ ഒന്ന് ഓർത്തെടുത്ത് പറഞ്ഞേ. നമ്മളുടെ ഈ ഭൂമിയിലുള്ള എല്ലാം എന്ത് ചെയ്തേക്കുന്നത്? മെയ്ഡ് ചെയ്തേക്കുന്നത് ആറ്റംസ് കൊണ്ടാണെന്ന് പഠിച്ചു. കുഞ്ഞു സ്മോൾ ആണ് നമ്മളുടെ ആറ്റം എന്ന് പഠിച്ചു. അപ്പൊ നമ്മളുടെ എല്ലാം മനസ്സിൽ വന്നൊരു കാര്യം എന്താണ്? സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് അല്ലെ? ആറ്റത്തിനെ കാട്ടിയും ചെറുത്. അങ്ങനെ ഒരെണ്ണം ഉണ്ടോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ എന്ത് പറയണം? ഉണ്ട്. അതാണ് നമ്മളുടെ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ്. ആരൊക്കെയാണ്? ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ്, ന്യൂട്രോൺസ് അല്ലെ? അപ്പോ ആറ്റത്തിന്റെ ഏറ്റവും സെന്റർ എന്ന് പറയുന്നത് ആറ്റത്തിന്റെ ആരാണ്? ന്യൂക്ലിയസ് ആണ് അല്ലെ മക്കളെ? ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസ് എന്ന് പറയുന്ന ആരൊക്കെ ചേർന്നിട്ടുള്ളതാ? പ്രോട്ടോണും ന്യൂട്രോണും ചേർന്നതാണ് നമ്മളുടെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. അപ്പൊ ന്യൂക്ലിയസിന് ചുറ്റുമാണ് നമ്മളുടെ ഷെല്ലുകൾ ഉള്ളത്. ആ ഷെല്ലുകളുടെ പേരെന്തൊക്കെയാണ്? കെ ഷെൽ, എൽ ഷെൽ, എം ഷെൽ, എൻ ഷെൽ. ക്ലിയർ ആയോ മക്കളെ? ഇത്രയും ക്ലിയർ ആയോ? ഫസ്റ്റ് ഷെല്ല്, ന്യൂക്ലിയസിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഫസ്റ്റ് ഷെൽ ഏതാണെന്ന് ചോദിച്ചാൽ കെ ഷെൽ. രണ്ടാമത്തെ ഷെൽ ഏതാണെന്ന് ചോദിച്ചാൽ എല്. മൂന്നാമത്തെ ഷെൽ ഏതാണെന്ന് ചോദിച്ചാൽ എം. നാലാമത്തെ ഷെൽ ഏതാണെന്ന് ചോദിച്ചാൽ എൻ. ഇത്രയും ക്ലിയർ ആയോ മക്കളെ? എന്തെങ്കിലും സംശയം ഉണ്ടോ? തീർന്നില്ല, ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? നമുക്ക് കമന്റ് ചെയ്തോളൂ. മനസ്സിലായോ? യെസ്. അപ്പോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെങ്കിൽ കുറെ സമയമായിട്ട് ഇരിക്കുന്നല്ലേ ടീച്ചറെ? ഒറ്റ സ്റ്റെപ്പിന് ഇരിക്കുന്നു. കുറച്ചൊന്ന് ഫ്രീ കിട്ടിയാൽ നല്ലതായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? ഉണ്ടല്ലേ? എല്ലാരും മുഖത്ത് ഉണ്ടത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഒരു കുട്ടി ബ്രേക്ക് എടുത്തിട്ട് വരാം. നിങ്ങൾ പോയി എനർജി ഡ്രിങ്കുകളൊക്കെ കഴിക്കുകയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും സ്നാക്സ് ഒക്കെ കഴിച്ച് ഇതിനും കൂടുതൽ എനർജി ആയിട്ട് വേണം നെക്സ്റ്റ് നമ്മളുടെ ബ്രേക്ക് കഴിഞ്ഞിട്ടുള്ള ക്ലാസ്സിന് വേണ്ടി വന്നിരിക്കാൻ. അപ്പൊ എല്ലാരും ഓടിപ്പോയി ഒന്ന് എന്താന്ന് വെച്ചാൽ കഴിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ജ്യൂസോ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ടോ ഒന്ന് നമുക്ക് ബാക്കി അപ്പൊ തുടരാം. ഓക്കെ, അപ്പൊ എല്ലാരും കഴിച്ചിട്ടൊക്കെ വന്നോ? യെസ്. ഇപ്പൊ എല്ലാവർക്കും കുറച്ചും കൂടെ ഒരു എനർജി ആയല്ലേ? ഓക്കെ, അപ്പൊ മക്കളെ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇവിടെയാണ്. എവിടെയാണ്? ഷെല്ലുകളുടെ കാര്യമാണ് പറഞ്ഞു നിർത്തിയത് അല്ലെ? ഓക്കെ, ടീച്ചർ ഇതൊന്ന് റബ്ബ് ചെയ്യണേ. ടീച്ചറിന്റെ കൂടെ എഴുതിയെടുത്ത് പോകുന്നുണ്ടോ നോട്ട്സ് ഒക്കെ? ഓക്കെ, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ടീച്ചർ പറയുന്നതൊക്കെ നോട്ട് ചെയ്ത് പോണം കേട്ടോ.
അപ്പോ നമ്മളുടെ ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിന് ചുറ്റും നമ്മളുടെ ഷെല്ലുകളുണ്ട് അല്ലെ. ഇപ്പൊ നമുക്ക് ഇങ്ങനെ വരയ്ക്കുമ്പോൾ കൃത്യമായിട്ട് അറിയാം ന്യൂക്ലിയസ് ഉണ്ട്, അതിന് ചുറ്റും എന്തുണ്ട്, KLM എന്ന് പറയുന്ന ഷെല്ലുകളും ഉണ്ടെന്ന് എന്റെ മക്കൾക്ക് എല്ലാവർക്കും ഇപ്പൊ അറിയാം. ഇനി ആരും ഇങ്ങനെ കെമിസ്ട്രിയിലെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല, പാടാണെന്നൊന്നും പറയരുത്. നമ്മൾ വളരെ ഈസി ആയിട്ട് പതുക്കെ എല്ലാ ചാപ്റ്റേഴ്സും എല്ലാ കാര്യങ്ങളും ടോപ്പിക്കും കവർ ചെയ്താണ് പോകുന്നത്. വളരെ ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, അപ്പൊ KLM എന്നീ ഷെല്ലുകളാണ് നമുക്കുള്ളത് അല്ലെ. അപ്പോ നമ്മൾ പറഞ്ഞു ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നത് ഈ ഷെല്ലുകളിലൂടെയാണെന്നാണ് അല്ലെ. പക്ഷെ ഇലക്ട്രോൺസ് എങ്ങനെ റിവോൾവ് ചെയ്യും, ഈ ഇലക്ട്രോൺസ് എങ്ങനെ നമ്മൾ തിരിച്ചറിയും, അല്ലെങ്കിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്ന് നമ്മൾ എങ്ങനെ തിരിച്ചറിയും എന്ന് ചോദിച്ചാൽ എന്റെ മക്കളെ, നമ്മൾ 9th സ്റ്റാൻഡേർഡിലൊക്കെ പഠിച്ചൊരു സംഭവം ഉണ്ട്. എന്താണെന്നറിയാവോ? അറ്റോമിക് നമ്പർ. ഓർമ്മയുണ്ടോ എല്ലാവർക്കും? അറ്റോമിക് നമ്പർ നമ്മൾ 9th ഇത് കൃത്യമായി 9th ക്ലാസ്സിൽ നമ്മൾ ഇത് പഠിച്ചിട്ടുണ്ട്. അറ്റോമിക് നമ്പർ, ഓരോ എലമെന്റ്, നമ്മളുടെ ചാപ്റ്ററിന്റെ പേരെന്താണ്? പീരിയോഡിക് ടേബിൾ എന്നൊരു വാക്കുണ്ട് അല്ലെ നമ്മളുടെ ചാപ്റ്ററിൽ. യെസ്, പീരിയോഡിക് ടേബിൾ. എന്താണ് പീരിയോഡിക് ടേബിൾ എന്ന് പറഞ്ഞാൽ? അതെ, നമുക്ക് ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള എല്ലാ എലമെന്റ്സുകളെയും അറേഞ്ച് ചെയ്ത് വച്ചേക്കുന്ന ഹെൻറി മോസ്ലി എന്ന് പറയുന്ന സയന്റിസ്റ്റ് എല്ലാം ഒരു ടേബിൾ പോലെ ആക്കി അറേഞ്ച് ചെയ്ത് വച്ചേക്കുന്നതാണ് നമ്മളുടെ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായി അതിന്റെ പിക്ചർ ഉണ്ട് അല്ലെ. എല്ലാ എലമെന്റ്സിനെയും, ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള എല്ലാ എലമെന്റ്സിനെയും എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്? കൃത്യമായി അറേഞ്ച് ചെയ്ത് വച്ചേക്കുന്നതാണ് ഇതെന്ന് പറയുന്നത് പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. ആ പീരിയോഡിക് ടേബിളിന്റെ പ്രത്യേകത എന്താ മക്കളെ? നമുക്ക് മെന്റലീഫ് പീരിയോഡിക് ടേബിൾ ഉണ്ട്, മോഡേൺ പീരിയോഡിക് ടേബിൾ ഉണ്ട് അല്ലെ. അതൊക്കെ നമുക്കറിയാം. മെന്റലീഫ് പീരിയോഡിക് ടേബിൾ ഉണ്ട്, മോഡേൺ പീരിയോഡിക് ടേബിൾ ഉണ്ട്. അപ്പോ നമ്മൾ ഇപ്പൊ പഠിക്കുന്ന ഹെൻറി മോസ്ലി എന്ന് പറയുന്ന സയന്റിസ്റ്റിന്റെ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത് ഈ എലമെന്റ്സിനെ, ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള എലമെന്റ്സ് എന്തൊക്കെയാ നമുക്കൊക്കെ എല്ലാവർക്കും അറിയാം, നമ്മൾ പഠിച്ചിട്ടുള്ളതാ. അതെ, ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം എന്നൊക്കെ നമ്മൾ പഠിച്ച എലമെന്റ്സിനെ അതിന്റെ അറ്റോമിക് നമ്പർ ഇൻക്രീസ് ചെയ്യുന്ന രീതിയിൽ അറേഞ്ച് ചെയ്ത് വച്ചേക്കുന്നതാണ് ഈ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത് അല്ലെ മക്കളെ. പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. അപ്പോ നമ്മളുടെ ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ്, ന്യൂട്രോൺസ് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞല്ലേ ഞാൻ. അപ്പോ നമ്മളുടെ ഓരോ എലമെന്റിനും ഓരോ നമ്പർ ഉണ്ട്. എന്റെ മക്കൾക്കെല്ലാം ക്ലാസ്സിൽ ഓരോ നമ്പർ ഇല്ലേ? റോൾ നമ്പർ 1, റോൾ നമ്പർ 2 എന്ന് വിളിക്കുമ്പോ പേര് വിളിക്കണമെന്നില്ല ക്ലാസ്സിൽ അല്ലെ. ടീച്ചർ സാധാരണ വന്നിട്ട് ചോദിക്കാറുണ്ട് ഹു ഈസ് റോൾ നമ്പർ 1, ഹു ഈസ് റോൾ നമ്പർ 2 എന്ന് ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇതിന്റെ ആൻസർ റോൾ നമ്പർ 3 എന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ പേര് പറയേണ്ട ആവശ്യമില്ല. കൃത്യമായി നമുക്കറിയാം നമ്മളുടെ നമ്പർ അല്ലെ. നമ്മളുടെ നമ്പർ ഏതാണോ അതിനനുസരിച്ച് നമ്മൾ എഴുന്നേറ്റ് നിൽക്കാറുണ്ട്. അപ്പൊ അതുപോലെ തന്നെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് ഓരോ എലമെന്റുകളുടെയും ഐഡന്റിഫിക്കേഷൻ ആണ്. ഐഡന്റിഫൈ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അല്ലെ. അപ്പോ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് എന്താണ് മക്കളെ? എല്ലാ എലമെന്റ്സിന്റെയും അറ്റോമിക് നമ്പർ നമ്മൾ ഏകദേശം ഒരു 20 വരെയെങ്കിലും പഠിച്ചു വെക്കുക. നിങ്ങളുടെ എക്സാമിന് മിക്കവാറും എലമെന്റ്സിന്റെ അറ്റോമിക് നമ്പർ ബ്രാക്കറ്റ് തന്നിട്ടുണ്ടായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഓക്കെ, അപ്പോ നമ്മളുടെ എലമെന്റ്സിന്റെ അറ്റോമിക് നമ്പർ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഏതാണെന്ന് അറിയാമോ? ഇസഡ് ആണ് അറ്റോമിക് നമ്പർ. ഓക്കെ, നമ്മൾ നേരത്തെ ഒരു ലെറ്റർ പഠിച്ചു ഡിനോട്ട് ചെയ്യുന്നത്. ഏതിന്റെ ലെറ്റർ ആണ്? ഓർമ്മയുണ്ടോ? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ എന്ന് കമന്റ് ചെയ്തേ. ആർക്കൊക്കെ ഓർമ്മയുള്ളത് നോക്കട്ടെ. ശ്രദ്ധിച്ചിരിക്കുന്ന എത്ര പേരുണ്ടോ നോക്കട്ടെ. യെസ്, അതായത് ഷെല്ല് അല്ലെ. നമ്മൾ ഷെല്ലിന്റെ കാര്യം പറഞ്ഞു അത് ഡിനോട്ട് ചെയ്യുന്നത് N കൊണ്ടാണെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അതുപോലെ അറ്റോമിക് നമ്പറിന് ഇസഡ് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന അറ്റോമിക് നമ്പർ, ഒരു എലമെന്റിന്റെ അറ്റോമിക് നമ്പർ 1 ആണെങ്കിൽ അതിലെ നമ്പർ ഓഫ് പ്രോട്ടോണും നമ്പർ ഓഫ് ഇലക്ട്രോണും സെയിം ആയിരിക്കും. ഈസി അല്ലേ? അറ്റോമിക് നമ്പർ പഠിച്ചു വെച്ചാൽ പ്രോട്ടോണും ഇലക്ട്രോണും സെയിം ആണ്. അപ്പൊ ഒരു കൺഫ്യൂഷൻ തോന്നിയല്ലേ? എന്താണ് ഈ സെയിം എന്ന് പറയുമ്പോൾ? യെസ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ടീച്ചർ കറക്റ്റ് ഒരു എലമെന്റ് പറയുന്നില്ല, ഒരു റെപ്രസെന്റേഷൻ, ജനറൽ റെപ്രസെന്റേഷൻ പറയാം. എക്സ് എന്ന് പറഞ്ഞ എലമെന്റ് ഇല്ല കേട്ടോ, ടീച്ചർ വെറുതെ പറയുന്നതാ. എക്സ് എന്ന് പറയുന്ന ഒരു എലമെന്റ്, ആ എലമെന്റിന്റെ അറ്റോമിക് നമ്പർ 13 ആണെന്ന് ഞാൻ പറയുന്നു.
ഓക്കെ, വെറുതെ ഒരു റെപ്രസെന്റേഷൻ മാത്രമാണ്, എലമെന്റ് ഇല്ല, വെറുതെ പറയുകയാണ്. എക്സ് എന്ന് പറയുന്ന ഒരു എലമെന്റ്, ആ എലമെന്റിന്റെ അറ്റോമിക് നമ്പർ ഞാൻ പറയുന്നു 13 ആണെന്ന്, 13. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇവിടെ അറ്റോമിക് നമ്പർ 13 ആണെന്ന് അറിയാമെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയായിരിക്കും? നമ്പർ ഓഫ് പ്രോട്ടോണും നമ്പർ ഓഫ് ഇലക്ട്രോണും. ആരൊക്കെ അറിയാം? പ്രോട്ടോണും ഇലക്ട്രോണും. എത്ര തന്നെയാണ്? 13. സെയിം ആണ്. അറ്റോമിക് നമ്പർ തന്നെയാണ് പ്രോട്ടോണിന്റെ എണ്ണം, അറ്റോമിക് നമ്പർ തന്നെയാണ് ഇലക്ട്രോണിന്റെ എണ്ണം. ഈസി അല്ലേ മക്കളെ പഠിക്കാൻ? അപ്പൊ നമ്മൾ ഒരു കാര്യം പഠിച്ചാൽ, ഒരു സെറ്റ് പഠിച്ചാൽ നമുക്ക് കിട്ടുന്നത് 2 കാര്യങ്ങളാണ്. അറ്റോമിക് നമ്പർ പഠിക്കുന്നതിനോടൊപ്പം നമ്പർ ഓഫ് പ്രോട്ടോണും അത് തന്നെയാണെന്ന് നമ്മൾ പഠിക്കുന്നു, നമ്പർ ഓഫ് ഇലക്ട്രോൺസും അത് തന്നെയാണെന്ന് പഠിക്കുന്നു. അപ്പൊ ഏതൊക്കെയാ മക്കളെ സെയിം? അറ്റോമിക് നമ്പർ Z is equal to number of protons and number of electrons. എക്സാമിന് എന്റെ മക്കൾക്ക് അറ്റോമിക് നമ്പർ എന്ന് ചിലപ്പോൾ തരാനുള്ള സാധ്യത കുറവാണ്. ചിലപ്പോൾ അറ്റോമിക് നമ്പർ എന്ന് തന്നിട്ട് ബ്രാക്കറ്റിൽ Z equal to എന്നായിരിക്കും തന്നിരിക്കുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ അറ്റോമിക് നമ്പർ എന്ന് അവർ പറയാൻ സാധ്യത കുറവായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ തെറ്റിക്കാനൊക്കെ Z equal to 2 അല്ലെങ്കിൽ Z equal to 10 എന്നായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണും. അയ്യോ ഇതെന്താണ് Z എന്ന് ആലോചിച്ചിരിക്കില്ല ഇനി ആരും. ടീച്ചറിന് ഉറപ്പുണ്ട് Z എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ അറ്റോമിക് നമ്പർ ആണ്. ഓക്കെ, അറ്റോമിക് നമ്പറിന്റെ റെപ്രസെന്റേഷൻ ആണ് Z. ഓക്കെ, യെസ്. അപ്പൊ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മളുടെ അറ്റോമിക് നമ്പറിന്റെ കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു അല്ലേ? അറ്റോമിക് നമ്പറും പ്രോട്ടോൺസും ഇലക്ട്രോൺസും എല്ലാം സെയിം ആണെന്ന് പഠിച്ചു. ഇനി എനിക്ക് ഒരു കാര്യം ചോദിക്കാനുള്ളത്, നമ്മൾ പറഞ്ഞു നമ്മളുടെ ഷെൽസില് ആരുണ്ടെന്ന് പറഞ്ഞു? ഇലക്ട്രോൺസ് ഉണ്ടെന്ന് പറഞ്ഞല്ലേ? ഷെൽസിൽ എന്തുണ്ടെന്ന് പറഞ്ഞു? നമ്മളുടെ ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂക്ലിയസിന് ചുറ്റും ഷെല്ലുകളുണ്ട്. ഈ ഷെല്ലുകളിൽ ഇലക്ട്രോൺസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇലക്ട്രോൺസ് ഉണ്ടെന്ന് പറയുമ്പോ അപ്പൊ നമ്മൾ പറഞ്ഞു ഒരാളുടെ അറ്റോമിക് നമ്പർ 11 ആണെങ്കിൽ ആ എലമെന്റിന് അറ്റോമിക് നമ്പർ 11 ആണെങ്കിൽ ആ എലമെന്റിന്റെ പ്രോട്ടോൺ എന്ന് പറയുന്നത് 11 ആണ്, ഇലക്ട്രോൺ എന്ന് പറയുന്നത് 11 ആണ്. എന്തൊക്കെയാണുള്ളത്? ഇസഡും പ്രോട്ടോണിന്റെ എണ്ണവും ഇലക്ട്രോണിന്റെ എണ്ണവും. ഇസഡ് എന്ന് പറഞ്ഞാൽ അറ്റോമിക് നമ്പർ. സോ അറ്റോമിക് നമ്പർ, നമ്പർ ഓഫ് പ്രോട്ടോൺസ്, നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, ഇത് മൂന്നും എന്താണ് മക്കളെ? സെയിം ആണ് അല്ലെ? അപ്പൊ നമുക്ക് അറ്റോമിക് നമ്പർ കിട്ടിയാൽ പ്രോട്ടോൺ കിട്ടി, ഇലക്ട്രോണും കിട്ടിക്കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിക്കഴിഞ്ഞു. യെസ്. അപ്പോ നമ്മളുടെ ടീച്ചറിന് ഒരു സംശയം ചോദിക്കാനുള്ളത്, ഈ ഷെല്ലുകളിലൂടെയാണ് ഇലക്ട്രോൺസ് പോകുന്നതെന്ന് പറഞ്ഞു. ഇപ്പൊ ഇതാ ഈ എഴുതിയിരിക്കുന്ന ഒരു എലമെന്റ് ഇത് സോഡിയം ആണ് കേട്ടോ മക്കളെ, സോഡിയം. നമ്മൾ ഇനി പഠിക്കും 20 എലമെന്റുകളുടേത്. അപ്പൊ സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ ആണ് ഏതെന്ന് പറയുന്നത് 11. ഓക്കെ, സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ ആണ്. അപ്പോ ടീച്ചറിന്റെ ഒരു സംശയം എന്ന് പറയുന്നത് സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ ആണ് 11. പക്ഷേ ഇത് എങ്ങനെയാണ് ഷെല്ലുകളിൽ ഇരിക്കുന്നത്? നിങ്ങൾക്ക് തോന്നിയില്ലേ അങ്ങനെ ഒരു ഡൗട്ട്? ഷെല്ലുകളിൽ ഇലക്ട്രോൺ ഉണ്ട്, ഷെല്ലുകളിൽ ഇലക്ട്രോൺ ഉണ്ടെന്ന് പറയുന്നതല്ലാതെ ഷെല്ലുകളിൽ എങ്ങനെയാണ് ഇലക്ട്രോൺസ് ഇരിക്കുന്നത് അല്ലെ? അപ്പൊ അവിടെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, നമ്മൾ എന്ത് ചെയ്യാറുണ്ട് ക്ലാസ്സിൽ ഇപ്പൊ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ ഈ നമ്മൾ എന്താണ് ഒരേ ചെയറിലൊക്കെ പിടിച്ച് ഇരുത്തുകയാണെന്ന് വിചാരിച്ചു. നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ആ ചെയർ കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് നീങ്ങും ഇങ്ങോട്ട് നീങ്ങുന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഫ്രണ്ട്സിനെയും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് ഇരിക്കാൻ നോക്കുക. അതായത് മാക്സിമം ഇരിക്കാൻ പറ്റുന്ന ഒരു ലിമിറ്റ് ഉണ്ട്. അത് കഴിഞ്ഞും നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരെയും കൂടെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? പിടിച്ചിരുത്താറുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ ബസ്സിലൊക്കെ പോകുമ്പോൾ എന്താണ് മാക്സിമം കയറാൻ പറ്റുന്നിടത്തോളം ആൾക്കാരെ കുത്തി ഞെരുക്കി ഒക്കെ ചിലപ്പോൾ പോകാറുണ്ട് അല്ലെ? അപ്പൊ അതുപോലെ അങ്ങനെ ഇഷ്ടമുള്ള രീതിയിൽ ഇരുന്നു പോകാൻ എവിടെ പറ്റില്ല? നമുക്ക് ഷെല്ലുകളിൽ പറ്റില്ല. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എത്ര ഇലക്ട്രോൺസ് ഉണ്ടെങ്കിലും ശരി തന്നെ, ഓരോ ഷെല്ലിലും ഇത്ര ഇലക്ട്രോൺസേ ഇരിക്കാൻ പാടുള്ളൂ എന്നൊരു റൂളുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? ഒന്നാമത്തെ ഷെല്ലില് ഇപ്പൊ 11 എണ്ണം ഉണ്ടല്ലോ, ഞാൻ വിചാരിക്കണം ഒന്നാമത്തെ ഷെല്ലിൽ ഒരു 6 എണ്ണം പോട്ടെ, രണ്ടാമത്തെ ഷെല്ലിൽ ഒരു 5 എണ്ണം ആയിക്കോട്ടെ, 2 ഷെല്ല് മതി എന്ന് വിചാരിച്ച കാര്യം നടക്കത്തില്ല. അപ്പൊ എന്താണ്? ഓരോ ഷെല്ലിലും ഇരിക്കാവുന്ന ഇലക്ട്രോൺസിന് എണ്ണമുണ്ട്. ഓക്കെ, അപ്പോ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് in an atomic shell.
ഒരു അറ്റോമിക് ഷെല്ലിൽ ഇരിക്കാൻ പറ്റുന്ന, അതായത് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അലോ ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോൺസിന് ഒരു എണ്ണമുണ്ട്. അത് കണ്ടുപിടിക്കാൻ we can use the formula 2n square. So what is the formula? 2n square. Okay, അപ്പോൾ നമുക്ക് maximum number of electron that can be accommodated in an atomic shell is calculated by the formula 2n square. Okay, എന്താണ് 2n square. അപ്പോൾ ഇനി നമ്മൾ ഈ ഫോർമുല വെച്ചിട്ടുള്ള കളികളാണ്. ഓക്കെ, ടു എൻ സ്ക്വയർ. ഫോർമുല എന്താണ് നമ്മളുടെ? 2n സ്ക്വയർ. എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. 2n സ്ക്വയർ, 2n സ്ക്വയർ, ഇതാണ് നമ്മളുടെ ഫോർമുല. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് ഷെൽ എന്ന് പറയുന്നത് കെ ഷെൽ ആണ് അല്ലേ മക്കളെ? ഫസ്റ്റ് ഷെൽ ആരാ? കെ ഷെൽ, ഫസ്റ്റ് ഷെൽ. സെക്കൻഡ് ഷെൽ ആരാ? എൽ ഷെൽ. തേർഡ് ഷെൽ ആരാ? എം ഷെൽ. ഓക്കെ, ഫോർത്ത് ഷെൽ ആരാ? എൻ ഷെൽ. അപ്പോ കെ ഷെൽ, എൽ ഷെൽ, എം ഷെൽ, എൻ ഷെൽ. ഇനി നമുക്ക് നോക്കാം കെ ഷെല്ലിൽ മാക്സിമം എത്ര ഇലക്ട്രോൺസ് ഇരിക്കും? എത്ര ഇലക്ട്രോൺസ് ഇരിക്കും? എങ്ങനെ കണ്ടുപിടിക്കും? 2n സ്ക്വയർ. ഈ n എന്ന് പറഞ്ഞാൽ എന്താന്ന് നമ്മൾ പഠിച്ചേ? n എന്താണ്? നമ്പർ ഓഫ് ഷെല്ലിന്റെ നമ്പർ ആണ്. ഓക്കെ, ഷെല്ല് ഡിനോട്ട് ചെയ്യുന്ന n ഉണ്ടല്ലേ? സോ നമ്പർ ഓഫ് ഷെല്ലാണ്, ഷെല്ലിന്റെ നമ്പർ ആണ് കേട്ടോ. അപ്പോ 2n സ്ക്വയർ, കെ ഷെൽ എന്ന് പറയുന്നത് 2 into n സ്ക്വയർ അല്ലേ ശരിക്കും 2n സ്ക്വയർ എന്ന് പറയുന്നത്? ഓക്കെ, n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഷെല്ലാണ്. കെ എന്ന് പറയുന്നത് എത്രാമത്തെ ഷെല്ലാണ് മക്കളെ? കെ, യെസ്, ഫസ്റ്റ് ഷെല്ലാണ് അല്ലെ? ഒന്നാമത്തെ, ഒന്ന്. സോ 2n എന്നുള്ള ആ എന്നിന് പകരം ഇവിടത്തെ എത്രാമത്തെ ഷെൽ എന്നുള്ളതാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. സോ 2 into 1 സ്ക്വയർ. സോ 2 into 1 സ്ക്വയർ 2. ക്ലിയർ ആയോ മക്കളെ? അപ്പൊ n എന്ന് പറയുന്നത് എന്താണ്? ഷെല്ലിന്റെ നമ്പറാണ്. ഫസ്റ്റ് ഷെൽ, സെക്കൻഡ് ഷെൽ എന്ന് പറയുന്ന നമ്മളുടെ നമ്പറാണ്. കെ എന്ന് പറയുന്നത് ഒന്നാമത്തെ ഷെൽ ആയതുകൊണ്ട് തന്നെ എന്നിന്റെ അവിടെ എന്തെന്ന് കൊടുക്കണം? നമ്മൾ 1 കൊടുക്കണം. ഇനി എൽ ഷെൽ 2 into എൽ എത്രാമത്തെ ഷെല്ലാ മക്കളെ? രണ്ടാമത്തെ ഷെൽ അല്ലേ? സോ 2 സ്ക്വയർ. ക്ലിയർ? n എത്രയാണോ അതിനനുസരിച്ചുള്ള നമ്പർ വേണം അവിടെ കൊടുക്കാൻ. ഓക്കെ, 2 into 2 സ്ക്വയർ, ദാറ്റ് ഈസ് 2 into 4. 2 സ്ക്വയർ എത്രയാ? 4 അല്ലയോ? അപ്പോ 8. 2 into 4 8. Then m shell, m shell, m shell ആണ്. m shell എത്രാമത്തെ ഷെല്ലാ മക്കളെ? m shell അതെ, മൂന്നാമത്തെ ഷെല്ലാണ്. m shell മൂന്നാമത്തെ ഷെല്ലാണ്. സോ മൂന്നാമത്തെ ഷെൽ ആകുമ്പോൾ 2 into 9, 2 into 9 അല്ലെ? അപ്പൊ എത്ര വരും? 2 into 9 എത്രയാ? യെസ്, 18. n shell നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കിക്കേ എത്ര വരുമെന്ന്. എത്ര പേർക്ക് ആൻസർ ശരിയാവുന്നു നോക്കിക്കേ. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഷെല്ല് മാത്രമേ ഉള്ളൂ. ഷെല്ലിന്റെ നമ്പർ ഇട്ട് കൊടുക്കുക, അത്രേ ഉള്ളൂ. ചെയ്ത് നോക്കിക്കേ. ചെയ്തല്ലോ എല്ലാരും? ഓക്കെ, എത്ര പേരുടെ ആൻസർ ശരിയാണെന്ന് കമന്റ് ചെയ്ത ടീച്ചർ നോക്കട്ടെ എത്ര പേരുടെ ആൻസർ ശരിയാണെന്നൊക്കെ ഉള്ളത്. ഓക്കെ, അപ്പൊ n എന്ന് പറയുന്നത് ഫോർത്ത് ഷെൽ ആണ് അല്ലെ? ഫോർത്ത് ഷെൽ. സോ 2 into 4 സ്ക്വയർ. 2 into 4 സ്ക്വയർ മീൻസ് 2 into 16 is equal to 32 അല്ലേ? എത്ര പേര് ശരിയാക്കി? യെസ്, എല്ലാവരും ശരിയാക്കി അല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, അപ്പോ കെ ഷെൽ ക്യാൻ അക്യുമുലേറ്റ് 2 ഇലക്ട്രോൺസ്, എൽ ഷെൽ ക്യാൻ അക്യുമുലേറ്റ് 8 ഇലക്ട്രോൺസ്, m shell can accommodate 18 electrons and n shell can accommodate 32 electrons. So K, L, M, N. Okay, ഒന്നും കൂടെ ഒന്ന് നമുക്ക് എഴുതാം. Okay, K shell 2 electrons. Electrons ആണ് കേട്ടോ മക്കളെ ടീച്ചർ ഈ എണ്ണം ഇട്ടേക്കുന്നത്. 2 electrons. L shell 8 electrons and M shell
എത്രയായിരുന്നു? യെസ്, 18 ഇലക്ട്രോൺസ് ആൻഡ് എൻ ഷെൽ 32 ഇലക്ട്രോൺസ്. അപ്പോ 2, 8, 18, 32 ഇങ്ങനെയാണ് പോകുന്നത്. അപ്പൊ നമ്മളുടെ ന്യൂക്ലിയസിൽ ഒന്ന് വെറുതെ ഒന്ന് ടീച്ചർ ഒന്ന് വരച്ചു നോക്കാം. ഇത് നമ്മളുടെ ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസിന് ചുറ്റും എന്താ? ഇലക്ട്രോൺസ് ഉണ്ട് അല്ലെ? ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ ഇലക്ട്രോൺസ് ഉണ്ട്. ആ ഇലക്ട്രോൺസില് ഫസ്റ്റ് ഷെല്ലില് എത്ര ഇലക്ട്രോൺസ് ആണ്? 2. സെക്കൻഡ് ഷെല്ലില് 8. തേർഡ് ഷെല്ലില് 18. ഫോർത്ത് ഷെല്ലില് 32. 2, 8, 18, 32. ക്ലിയർ ആയോ? 2, 8, 18, 32. ഇത്രയുമാണ് നമ്മളുടെ ഷെല്ലുകളിൽ അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണം. എന്റെ മക്കൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയോ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയാമോ? ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒക്കെ നമ്മൾ 9th പഠിച്ചിട്ടുള്ളതാണ്. എന്റെ മക്കൾക്ക് എല്ലാവർക്കും അറിയാൻ വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇപ്പൊ നമുക്ക് ഓരോ ഷെല്ലിലും അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോണിന്റെ എണ്ണമൊക്കെ അറിയാം. പക്ഷെ ഓരോ എലമെന്റിനും അത് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടീച്ചറിന്റെ അടുത്ത ക്ലാസ് നിങ്ങൾക്ക് കാണുമ്പോൾ കൃത്യമായിട്ടും ഓരോ ഷെല്ലിലും ഓരോ എലമെന്റിലും എങ്ങനെയാണ് ഇലക്ട്രോൺസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകുന്നതെന്നുള്ളത് മനസ്സിലാവും. അപ്പൊ ഇതുവരെ പഠിച്ചിരുന്നിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഒരു ട്രിക്ക് ഉപയോഗിച്ച് 20 എലമെന്റുകളുടെ പേരുകൾ ബൈഹാർട്ട് ചെയ്യും. അതോടൊപ്പം ആ എലമെന്റുകളിൽ എങ്ങനെയാണ് ഇലക്ട്രോൺസ് ഇരിക്കുന്നത്, ആ ഓർഡർ എങ്ങനെയാണ്, ആ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്നുള്ളത് പഠിക്കുകയും ചെയ്യും. അപ്പൊ മറക്കാതെ ടീച്ചറിന്റെ അടുത്ത ക്ലാസ്സും കൂടെ കാണുക. കണ്ടതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലാകും എങ്ങനെയാണ് ഈ ഇലക്ട്രോൺസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവരും കാണണം. ഇതിന്റെ ബാക്കി ടീച്ചർ അടുത്ത ക്ലാസ്സിലാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവരും കൃത്യമായി പഠിച്ചിരിക്കുക. ഓൾ ദ ബെസ്റ്റ്.